ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാപ്പ് ചെയ്യാം. ഇങ്ങനെ പോംപോമൊക്കെ വെച്ച് 2 കളറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റിയ ഒരു ക്യാപ്പാണിത്. നമുക്ക് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പോംപോമും ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു ക്യാപ്പാണ്. ഇതിന് നമ്മൾ ഫ്രണ്ട് പോസ്റ്റ്, ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച്, അതുപോലെ DC ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ 4 പ്ലേയുടെ ബേബി സോഫ്റ്റ് കോട്ടൺ യാണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 പ്ലേ ആണെങ്കിലും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ 6 പ്ലേ ആണെങ്കിലും ക്യാപ്പിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 4 പ്ലേയുടെ ബേബി സോഫ്റ്റ് കോട്ടൺ യാണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 2.5 mm ഹുക്ക് സെറ്റുമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് 2 കളർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു കളർ യാണും കൂടി എടുത്തിട്ടുണ്ട്. അതും 4 പ്ലേയുടെ ബേബി സോഫ്റ്റ് കോട്ടൺ യാൺ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എത്ര കളർ വേണമെങ്കിലും ഈ ഒരു ക്യാപ്പിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ എൻ്റെ കസ്റ്റമർ പറഞ്ഞത് പ്രകാരം 2 കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങൾക്ക് 3ഓ 4ഓ അത്രയും കളർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു ക്യാപ്പ് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് അതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. വിഡ്ത്തിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ന്യൂ ബോൺ സൈസ് ആണെങ്കിൽ നമുക്ക് 3 to 3.5 ഇഞ്ചസ് ആണ് ന്യൂ ബോൺ സൈസിന് നമ്മൾ നോർമലായിട്ട് എടുക്കുക. പിന്നെ ന്യൂ ബോൺ ടു 3 months സൈസ് ആണെങ്കിൽ നമ്മൾ 4 to 4.5 ഇഞ്ച് ആണ് നമ്മൾ വിഡ്ത്ത് എടുക്കുക. 3 to 6 months ആണെങ്കിൽ 5 ഇഞ്ചസ് എടുക്കണം. 6 to 1 year വരെ ആണെങ്കിൽ നമുക്ക് 5 to 5.5 ഇഞ്ചസ് വരെ എടുക്കാം. പിന്നെ 1 year ആണെങ്കിൽ 1 year to 2 year വരെ ആണെങ്കിൽ 5.5 to 6 ഇഞ്ചസ് വരെ എടുക്കാം. പിന്നെ ടോൾഡർ സൈസ് ആണെങ്കിൽ 6 ഇഞ്ചസ്. പിന്നെ ചിൽഡ്രൻസിൻ്റെ ആണെങ്കിൽ 6.5 ഇഞ്ചസ് എടുക്കാം. ടീനേജേഴ്സ് ആണെങ്കിൽ 6.5 to 7 ഇഞ്ചസിൻ്റെ ആ ഒരു വിഡ്ത്ത് എടുക്കാം. മീഡിയം സൈസ് ആണെങ്കിൽ 7.25 ഇഞ്ചസ് എടുക്കണം. അഡൾട്ട്സ് ആണെങ്കിൽ 7.5 ഇഞ്ചസ് എടുക്കണം. XL സൈസ് ആണെങ്കിൽ നമുക്ക് 8 ഇഞ്ചസ് എടുക്കാം. അതുപോലെ നമുക്ക് ക്യാപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇറക്കം, നമുക്ക് ന്യൂ ബോൺ സൈസിന് 4 ഇഞ്ചസാണ് നമ്മൾ അതിൻ്റെ ഇറക്കം എടുക്കുക. അതുപോലെ ന്യൂ ബോൺ ടു 3 months ആണെങ്കിൽ 5 to 5.5 ഇഞ്ചസ് ലെങ്ത്ത് എടുക്കണം. 3 to 6 months ആണെങ്കിൽ 6 ഇഞ്ചസിൻ്റെ ലെങ്ത്ത് എടുക്കാം. 6 to 1 year 6.25 ഇഞ്ചസ് എടുക്കാം. 1 year to 2 year ആണെങ്കിൽ 6.5 to 7 ഇഞ്ചസ് വരെ നമുക്ക് ലെങ്ത്ത് എടുക്കാം. പിന്നെ ടോൾഡർ സൈസ് ആണെങ്കിൽ 7 to 7.5 ഇഞ്ചസ് എടുക്കണം. ചിൽഡ്രൻസിൻ്റെതാണെങ്കിൽ 7.5 to 8 ഇഞ്ചസ് വരെ എടുക്കാം. പിന്നെ ടീനേജേഴ്സ് ആണെങ്കിൽ 8 ഇഞ്ചസ് എടുക്കാം. മീഡിയം ആണെങ്കിൽ 8.5 ഇഞ്ചസ്. ലാർജ് ആണെങ്കിൽ 8.5 to 9 ഇഞ്ചസ് വരെ എടുക്കാം. പിന്നെ XL സൈസ് ആണെങ്കിൽ 9 to 9.5 വരെ എടുക്കാം. പിന്നെ ഇത് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ്. ന്യൂ ബോൺ ടു XL സൈസ് വരെയുള്ള നോർമൽ മെഷർമെൻറ്റ്സ് ആണ്. പിന്നെ ചിലത് നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അവരോട് മെഷർമെൻറ്റ്സ് ചോദിച്ചിട്ട് ചെയ്യലാവും ഒന്നും കൂടി ബെറ്റർ ആവുക. ഇത് മെഷർമെൻറ്റ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് കൊണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 to 6 months വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാപ്പാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു മാജിക് സർക്കിളിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ ഈ ഫിംഗറിനെ കൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് നമുക്ക് 1 2 3 ചെയിൻ ചെയ്യാം. യാണോ ചെയ്യാം. ഈ സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 12 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 വീണ്ടും യാണോ ചെയ്യാം. ഈ സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാണോ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് സർക്കിളിൽ ചെയ്തു. അപ്പോൾ നമ്മൾ എപ്പോഴും ഫിംഗർ പിടിക്കേണ്ടത് ഈ ഒരു കെട്ട് പോലെ കാണുന്ന ഈ ഒരു ഭാഗത്ത് ഫിംഗർ പിടിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മാജിക് സർക്കിളിൻ്റെ ആ പാറ്റേൺ ശരിയായി കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പിടിക്കുക. അതിന് ശേഷം വീണ്ടും യാണോ ചെയ്യുക. ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക.
ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 ആയി. നമുക്ക് 12 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. 4 5 6 7 8 9 10. അപ്പോൾ ഞാൻ പിടിക്കുന്ന ഇതുണ്ടോ, ഈ ഒരു ഭാഗത്താണ് പിടിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് സംശയം ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നമുക്ക് 12 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഈ ഒരു സർക്കിളിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടുക കേട്ടോ. ഈ ഒരു യാണ് നമുക്കൊന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് മാജിക് സർക്കിൾ കറക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ വലിക്കുമ്പോൾ കറക്റ്റ് ഈ ഒരു സർക്കിൾ പോയി കിട്ടുള്ളൂ. നല്ലോണം വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ 3 ചെയിൻ ചെയ്ത ആ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിൻ 1 2 3 ഈ 3 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 4th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 4th ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ ടോപ്പാണ് കേട്ടോ. ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 2 3 ചെയിൻ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ചിൽ തന്നെ രണ്ടെണ്ണം വീതം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റിച്ചിൽ 2 വീതം ചെയ്യുമ്പോൾ താഴെ നമുക്ക് 12 സ്റ്റിച്ചാണുള്ളത്. ഈ 12 സ്റ്റിച്ചിനെ നമ്മൾ 24 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് വിഡ്ത്ത് കൂടി വരാനാണ് നമ്മൾ ഈ ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഈ സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഉണ്ടോ, ഈ സെയിം സ്പേസിൽ തന്നെയാണ് ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് സ്റ്റിച്ചിൽ 4 വീതം നമ്മൾ ചെയ്തു. പിന്നെ തേർഡ് സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 4th സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 5th സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ 2 ചെയ്യുക. 2 ചെയ്യുന്നതിന് നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ച് എന്ന് പറയും. അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും നമ്മൾ താഴെ ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് എല്ലാ സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 12 സ്റ്റിച്ചിലും 2 വീതം ചെയ്യുമ്പോൾ നമുക്ക് 24 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. നമുക്ക് ആ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ടും ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ടും ഒക്കെ ഈ ഒരു ക്യാപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഹാഫ് ഡബിൾ ക്രോഷ്യ സിംഗിൾ ക്രോഷ്യ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല കുഞ്ഞായിട്ടുള്ള സ്റ്റിച്ചസ് കിട്ടും. അപ്പോൾ ഈ ഏത് പാറ്റേണിലും സ്റ്റിച്ചസിലും വേണമെങ്കിൽ ഈ ഒരു സെയിം പാറ്റേൺ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. പിന്നെ ലാസ്റ്റ് സ്റ്റിച്ച് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലും 12ാമത്തെ സ്റ്റിച്ചാണ്. ഈ 12ാമത്തെ സ്റ്റിച്ചിലും നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് കഴിയുമ്പോൾ ഇങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ് കിട്ടുക. ഇത് നമ്മൾ വേണമെങ്കിൽ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. 24 സ്റ്റിച്ചസ് ഇല്ലേ എന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എവിടെയോ സ്റ്റിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൗണ്ട് ചെയ്യാം. ഇങ്ങനെ ഈ സ്റ്റിച്ച് കാണുന്ന ഭാഗം, ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്താണ് നമ്മൾ കൗണ്ട് ചെയ്യാൻ എളുപ്പം. അപ്പോൾ നമ്മൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 സ്റ്റിച്ചസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ഈ ഒരു 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ ടോപ്പിലാണ് ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്.
ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ 2 റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത യാണ് യൂസ് ചെയ്യാണ്. അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്യാതെ തന്നെ ഞാൻ ഈ ഒരു കളർ യാണ് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് കളർ യാണാണോ യൂസ് ചെയ്യേണ്ടത് ആ കളർ യാണ് ഞാൻ എടുത്തിട്ട് ഈ ഫിംഗറിനെ കൊണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ടൈലൻ്റ് അധികം എടുത്ത് കൊടുക്കുക കേട്ടോ. ബിഗിനേഴ്സ് ആകുമ്പോൾ കുറച്ച് അധികം ടൈലൻ്റ് എടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ ഈ ഒരു യാണാണ് പിടിക്കുന്നത്. ഈ വൈറ്റ് യാണ് ഞാനിനി യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഈ യാണും ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. നേരത്തെ നമ്മൾ വൈറ്റ് യാണാണ് ഇവിടെ യൂസ് ചെയ്തത്. വൈറ്റ് യാണ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഹുക്കിൽ ഈ ചെയിൻ ഇവിടെ ഉണ്ട്, ഈ ചെയിനിൽ ഈ ഹുക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മൾ അടുത്ത യാൺ ഇവിടെ ഇങ്ങനെ കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെയാണ് ഇങ്ങനെ പിടിക്കേണ്ടത്. പിടിച്ചിട്ട് യാൺ ഓവർ ചെയ്യുക. ഈ ചെയിനിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് 1 2 3 ചെയിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ വൈറ്റ് യാണുണ്ടല്ലോ, ഈ വൈറ്റ് യാണ് ഒന്നിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇവിടെ ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഈ വൈറ്റ് യാണ് പിന്നെ ഇനി നമ്മൾ അടുത്ത റൗണ്ടിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ റൗണ്ടിൽ ചെയിൻ 3 ചെയ്തു. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. 3 ചെയിന് ഒരു ഡബിൾ ക്രോഷേ ആയിട്ട് കൗണ്ട് ചെയ്തു. അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ടൈലൻ്റ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ വൈറ്റ് യാണ് ഇതിൻ്റെ കൂടെ ആഡ് ആവരുത് കേട്ടോ. വൈറ്റ് യാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നവർക്ക് കട്ട് ചെയ്യുക, കുഴപ്പമില്ല. ഞാൻ കട്ട് ചെയ്യുന്നില്ല, നമുക്കിനി യൂസ് ചെയ്യാനുള്ളതുകൊണ്ട്. അപ്പോൾ ഈ യാണ് ഇങ്ങനെ കൂടെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 1 2 ആണ്. അപ്പോൾ 1 ചെയ്തു, 2 ചെയ്തു, 1 ചെയ്തു. ഇനി അടുത്തത് 2 ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു യാണ് താഴെ നമ്മൾ കൊടുത്ത ഈ ടൈലൻ്റ് കൂടിയും ഇതിൻ്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഹൈഡായി കിട്ടും. അല്ലാതെ ഇങ്ങനെ പുറത്തിങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ പിന്നെ യാണ് കട്ട് ചെയ്താലൊക്കെ കുഴപ്പമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹൈഡായി പോവും. അങ്ങനെ ഒരുമിച്ച് പിടിക്കുമ്പോൾ കണ്ടോ, അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ അത് ഹൈഡായി പോവും. 1 ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ 2 ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യുക. അപ്പോൾ തേർഡ് റൗണ്ടിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 1 2 1 2 എന്നാണ്. അല്ലെങ്കിൽ 2 1 2 1. ഫസ്റ്റിൽ 2 ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റിൽ 2 സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ 1 സ്റ്റിച്ചാണ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റിച്ച് 2 ചെയ്യുക. അങ്ങനെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗമുള്ള യാണ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ബാക്കിൽ ഹൈഡായി പോവും. 1 2 1 2 എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും ചെയ്യുക. ഇത് ബിഗിനേഴ്സിന് കൂടിയുള്ള ഒരു ക്ലാസ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുകൊണ്ട് അറിയുന്നവർ വിഷമിക്കേണ്ട, അറിയാത്തവർക്കും കൂടി ഇതൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്നുണ്ട് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. എപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഫസ്റ്റ് നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ക്ലാസ്സസ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ എത്ര സ്റ്റിച്ചാണോ എടുക്കുന്നത് അങ്ങനെ എഴുതി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എഴുതി വെച്ചതും ഈ വീഡിയോ ഓണാക്കി ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്റ്റിച്ചസ് കറക്റ്റായിട്ട് കിട്ടും. അടുത്തതിൽ 1 ചെയ്യുക. 1 2 1 2 എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഈ ഒരു പാറ്റേൺ റൗണ്ട് മുഴുവൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം ഞാൻ 1 2 1 2 എന്നുള്ള പാറ്റേൺ മുഴുവനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് 3 ചെയിൻ ചെയ്ത ആ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫോർത്ത് ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ താഴെ ചെയ്ത ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ തേർഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് കിട്ടിയിട്ടുള്ളത്. അതിന് ശേഷം പിന്നെ ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ വൈറ്റ് കളർ യാണാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് താഴത്തുനിന്ന്
ഈ യാണാണ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു യാൺ ഇങ്ങോട്ട് എടുത്തിട്ട് 3 ചെയിൻ ചെയ്ത് കൊടുക്കുക. 1 2 3 ചെയിൻ ചെയ്യുക. അതിന് ശേഷം ഈ യാൺ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ വലിച്ചു കൊടുത്ത പോലെ തന്നെ ഈ ഒരു യാൺ വലിച്ചു കൊടുക്കുക. ഇനി നമ്മൾ 1 1 1 2 ആണ്. അപ്പോൾ 3 ചെയിൻ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ 1 1. മൂന്നാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുന്നത്, 2 ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്തു. പിന്നെ 1 1 1 കഴിഞ്ഞിട്ട് മൂന്നാമത്തേതിൽ ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത 2 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. 1 1 1 1 ചെയ്യുക. തേർഡ് സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക. 1 തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ 1 1 1 2 1 1 2 എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യുക, അടുത്ത സ്റ്റിച്ചിലും 1 ചെയ്യുക. അപ്പോൾ 1 1 ആയി. തേർഡ് സ്റ്റിച്ചിലാണ് നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതൊക്കെ ഓരോ റൗണ്ടും എഴുതി വെക്കണം. ഈ റൗണ്ടിൽ നമ്മൾ 1 1 2 ആണ് ചെയ്യുന്നത്. 1 ചെയ്തു. സെക്കൻഡ് റൗണ്ടിലും സെക്കൻഡ് സ്റ്റിച്ചിലും 1 ചെയ്തു. തേർഡ് സ്റ്റിച്ചിൽ ഒരു ചെയിനിൽ തന്നെ 2 ചെയ്യുക എന്നൊക്കെ എഴുതി വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പാറ്റേൺ കിട്ടും കേട്ടോ. അപ്പോൾ ഈ റൗണ്ട് മുഴുവനും 1 1 2 1 1 2 എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ 1 1 2 1 1 2 എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ഫുൾ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പാണ് കിട്ടുക. ഇനി അടുത്ത റൗണ്ട് നമ്മൾ 1 2 3 5th റൗണ്ടാണ്. 3 ചെയിൻ ചെയ്യുക. ഈ റൗണ്ടിൽ നമ്മൾ നേരത്തെ റൗണ്ട് നമ്മൾ 1 1 2 ആണ് ചെയ്തത്. ഈ റൗണ്ടിൽ നമ്മൾ 1 1 1 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്യും. 4th സ്റ്റിച്ചിൽ 2 ചെയ്യും. അപ്പോൾ ഒന്നിൽ 1 ചെയ്തു, സെക്കൻഡിൽ 1 ചെയ്യുക, തേർഡ് സ്റ്റിച്ചിലും 1 ചെയ്യുക. അപ്പോൾ 1 1 1 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്തു. 4th സ്റ്റിച്ചിൽ നമ്മൾ ഒന്നിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 3 1 1 1 പിന്നെ 4th ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. ഇനി 3 സ്റ്റിച്ചിലും 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിലും 1 ഡബിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിലും 1 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്തു. 4th സ്റ്റിച്ചിൽ നമുക്ക് ഒന്നിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതാണ് നമ്മളെ പാറ്റേൺ. 1 1 1 4th 2 അങ്ങനെ ഈ റൗണ്ട് മുഴുവനും കംപ്ലീറ്റ് ആക്കുക. 1 ഫസ്റ്റിൽ 1 ചെയ്തു, സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, തേർഡ് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി 4th സ്റ്റിച്ചിൽ ഒന്നിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, തേർഡ് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 4th വണ്ണിൽ ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. 1 1 1 മൂന്നെണ്ണത്തിലും 1 1 1 ചെയ്തു, 4th 2 ചെയ്തു. ഈ ഒരു പാറ്റേൺ ഇത് റൗണ്ട് മുഴുവൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ 1 1 1 2 എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റൗണ്ടാവും കിട്ടുക. അപ്പോൾ അത് നമ്മളിങ്ങനെ പകുതി വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ
വിഡ്ത്ത് എടുക്കുക. അപ്പോൾ വിഡ്ത്ത് എത്ര ഇഞ്ചാണോ വേണ്ടത് അപ്പോൾ അതുവരെ നിങ്ങൾ ഇൻക്രീസിങ് ചെയ്താൽ മതി, പിന്നെ ഇൻക്രീസിങ് ചെയ്യണ്ട. അപ്പോൾ ഇവിടെ എനിക്ക് വിഡ്ത്ത് 4 ആയിട്ടുള്ളൂ, അപ്പോൾ എനിക്ക് ഒരു റൗണ്ടും കൂടി ചെയ്യണം. അപ്പോൾ അതുപോലെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് 3 ചെയിൻ ചെയ്യുക. ഇനി ഈ കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ, നാലാമത്തതിൽ ഇൻക്രീസിങ് ആണ് ചെയ്തത്. ഈ റൗണ്ടിൽ നമ്മൾ 4 ഡബിൾ ക്രോഷ്യ, അഞ്ചാമത്തത് ഇൻക്രീസിങ്. അങ്ങനെയാണ് നമ്മൾ ഈ പാറ്റേൺ വരുന്നത്. ഇവിടെ ഈ റൗണ്ടിൽ 2 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് ചെയ്തു. അടുത്ത റൗണ്ടിൽ 3 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് ചെയ്തു. ഇനിയുള്ള റൗണ്ടിൽ 4 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ്. പിന്നെ വിഡ്ത്ത് ഇനിയും കിട്ടണമെങ്കിൽ 5 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ്. പിന്നെ അടുത്ത റൗണ്ടിൽ 6 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ്. പിന്നെ അതിൻ്റെ അടുത്ത റൗണ്ടിൽ 7 ഡബിൾ ക്രോഷ്യ ഇൻക്രീസിങ്. ഇങ്ങനെ നമുക്ക് വിഡ്ത്ത് കിട്ടുന്നവരെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റൗണ്ടിൽ 4 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. സെക്കൻഡിലും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, തേർഡ് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, ഫോർത്ത് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, ഫിഫ്ത്തിലാണ് നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഫിഫ്ത്ത് റൗണ്ടിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, തേർഡ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ഫോർത്ത് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഫിഫ്ത്ത് സ്റ്റിച്ചാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അതിനാണ് നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ ചെയ്തത് 4 ഡബിൾ ക്രോഷ്യ, 1 2 3 4, 4 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് 1 1 1 1 ചെയ്തു. ഫിഫ്ത്ത് വണ്ണിൽ ഒരു ഇൻക്രീസിങ് ചെയ്തു. ഇനി അടുത്ത 4 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4, 4 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. ഇനി നമ്മൾ ഫിഫ്ത്ത് വണ്ണ് ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. ഇൻക്രീസിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 4 1 1 1 ചെയ്യുക. ഫിഫ്ത്തിൽ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ 1 2 3 4 5 6 സിക്സ്ത് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് കിട്ടുക. 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫോർത്ത് ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ ടോപ്പിൽ ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇതിൻ്റെ അളവൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 5 ഇഞ്ച് വിഡ്ത്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുന്നതിന് വിഡ്ത്തും ഇങ്ങനെ നമ്മൾ എടുക്കുന്നത് ലെങ്ത്തും ആണ്. അപ്പോൾ എനിക്ക് 5 ഇഞ്ച് വിഡ്ത്ത് മതി. അപ്പോൾ എനിക്ക് വിഡ്ത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വിഡ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതിൻ്റെ അളവ് ഫസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ അളവ് നോട്ടിലേക്ക് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് എത്ര ഇഞ്ച് വിഡ്ത്താണോ ഏത് കുട്ടിക്കാണോ ചെയ്യുന്നത് ആ കുട്ടിയുടെ വിഡ്ത്ത് നോക്കുക. എന്നിട്ട് ആ വിഡ്ത്ത് ഇങ്ങനെ വെച്ച് നോക്കുക. വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ 5 ഇനിയിപ്പോൾ 7 വേണമെന്നുണ്ടെങ്കിൽ ഈ 7 എത്തുന്ന വരെ നിങ്ങൾ ഈ റൗണ്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ട് ആഡ് ചെയ്യില്ല എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ 12 എണ്ണം ചെയ്തു. പിന്നെ അതിനെ 2 2 2 ചെയ്തു. പിന്നെ അതിനെ 1 2 1 2 ചെയ്തു. പിന്നെ അതിനെ നമ്മൾ 1 1 2 ചെയ്തു. 1 1 2 ചെയ്തു. അടുത്ത റൗണ്ടിൽ നമ്മൾ 1 1 1 3 1 1 1 ചെയ്തു. നാലാമത്തതിനെ ഇൻക്രീസിങ് ചെയ്തു. അടുത്ത റൗണ്ടിൽ നമ്മൾ 4 1 1 1 1 ചെയ്തു. അഞ്ചാമത്തതിനെ ഇൻക്രീസിങ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഈ 4 എണ്ണം ഉള്ളത് 5 1 1 1 ചെയ്യും. ആറാമത്തതിനെ ഇൻക്രീസിങ് ചെയ്യും. പിന്നെ അടുത്ത റൗണ്ടിൽ 6 1 1 1 ചെയ്യും. ഏഴാമത്തതിനെ ഇൻക്രീസിങ് ചെയ്യും. പിന്നെ അതിൻ്റെ അടുത്ത റൗണ്ടിൽ 7 1 1 1 ചെയ്യും. എട്ടാമത്തതിനെ ഇൻക്രീസിങ് ചെയ്യും. ആ ഒരു പാറ്റേൺ എഴുതി വെക്കുക. എന്നെ എഴുതി വെച്ചതിന് ശേഷം ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കളറ് ചേഞ്ച് ചെയ്യാണ്. കളർ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഈ വൈറ്റ് യാണ് ഇവിടെ ഇട്ടിട്ട് ഇവിടെയുള്ള നമ്മൾ ബാക്കിലുള്ള ഈ ഒരു യാണ് ആഡ് ചെയ്യാണ്. ഈ ഒരു യാണ് നമ്മൾ 3 ചേഞ്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 ചേഞ്ച് ചെയ്യുക. അതിന് ശേഷം ഈ വൈറ്റ് യാണൊന്ന് വലിച്ച് ടൈറ്റ് ആക്കുമ്പോൾ ഈ ഒരു യാണ് കറക്റ്റ് ഈ ആ ഒരു പൊസിഷനിൽ കിട്ടും.
ഇനി നമ്മൾ ഇൻക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇൻക്രീസിങ് നിർത്തി നമുക്ക് വിഡ്ത്ത് കിട്ടിയത് കൊണ്ട് നമ്മൾ ഇൻക്രീസിങ് ചെയ്യാതെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ആണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ ലെങ്ത്ത് കിട്ടുക. അല്ലെങ്കിൽ ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ തന്നെ പോവും. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇപ്പോഴും ഉള്ളൊരു ഇതാണ്, ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ റൗണ്ട് തന്നെ വരുന്നത്, ഇങ്ങനെ ക്യാപ്പിൻ്റെ ഷേപ്പ് വരുന്നില്ലാന്ന്. ക്യാപ്പിൻ്റെ ഷേപ്പ് വരാത്തത് നമ്മൾ വിഡ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ചെയിനിലും ഓരോ DC എന്നാണ്. പിന്നെ ഇൻക്രീസിങ് ഒന്നും ചെയ്യരുത്. ഇങ്ങനെ ഓരോ ചെയിൻ എടുക്കുക, ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള ആ പാറ്റേൺ ഇങ്ങനെ ഫുൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്യാം. അപ്പോൾ കളർ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പിന്നെ ഇവിടെ നമ്മൾ സ്റ്റിച്ച് മാർക്കറൊന്നും വെക്കണ്ട. അതല്ല നമ്മൾ സെയിം കളർ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻക്രീസിങ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റിച്ചിൻ്റെ അവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ലെങ്ത്ത് എത്ര ലെങ്ത്ത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ഈ റൗണ്ടാണ് നമ്മളെ ലെങ്ത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന റൗണ്ട് കേട്ടോ. ഇനി നമ്മൾ എല്ലാ റൗണ്ടും ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ട് ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഫുൾ ചെയ്തിട്ട് ഈ ഒരു റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ആവുകയാണ്. ഫസ്റ്റ് 3 ചെയിൻ ചെയ്ത ആ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വൈറ്റ് കളർ യാണാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് സൈഡിൽ നമുക്ക് ഇങ്ങനെ ഒരു യാണ് ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ ഈ വൈറ്റ് കളർ യാണ് എടുക്കുക, 3 ചെയിൻ ചെയ്യുക, 1 2 3, എന്നിട്ട് ഈ ഒരു ചെയിൻ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ തന്നെയാണ് ഈ റൗണ്ടിലും ചെയ്യുന്നത്. ഈ റൗണ്ടിൽ ഓരോ ചെയിനും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ടുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ റൗണ്ടിൽ നിങ്ങൾ ഇൻക്രീസിങ് ആവരുത്. അപ്പം ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ റൗണ്ട് കൗണ്ട് ചെയ്യുക, ഇതിൽ എത്ര സ്റ്റിച്ചസ് ഉണ്ടെന്ന് നോക്കാം. അത്രയും സ്റ്റിച്ചസ് ഇനി നമ്മൾ 10 റൗണ്ട് 12 റൗണ്ടൊക്കെ ചിലപ്പോൾ ലെങ്ത്ത് കിട്ടാൻ ചെയ്യേണ്ടി വരും. അത് ഓരോ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് റൗണ്ട് ആഡായി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ റൗണ്ടിൽ എനിക്കിപ്പോൾ ഇതിലൊരു 80 സ്റ്റിച്ചാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനിനി 10 റൗണ്ട് ചെയ്യുമ്പോഴും എനിക്ക് ഈ 80 സ്റ്റിച്ച് തന്നെ കിട്ടാൻ പാടുള്ളൂ. അതിൽ കൂടാനോ കുറയാനോ പാടില്ല. 80 ഉള്ളത് ചിലപ്പോൾ 81 ആവും, അടുത്ത റൗണ്ടിൽ 82 ആവും. അങ്ങനെ 2-3 സ്റ്റിച്ചസ് കൂടി വരുമ്പോഴാണ് നമുക്ക് ആ ക്യാപ്പിൻ്റെ ഷേപ്പ് കിട്ടാതാവുക. അപ്പോൾ ബിഗിനേഴ്സ് എപ്പോഴും ഈ റൗണ്ട് ശ്രദ്ധിച്ച് ചെയ്ത് കൊടുക്കണം. ഓരോ ചെയിനിലും ഓരോ DC തന്നെ വേണം, ഇൻക്രീസിങ് ആയി പോവരുത്. ഇൻക്രീസിങ് ആവുന്നത് കൊണ്ടാണ് നമ്മളെ ക്യാപ്പിൻ്റെ ഷേപ്പ് കിട്ടാത്തത്. അപ്പോൾ ഒരുപാട് സ്റ്റിച്ചസ് സ്റ്റുഡൻസിൻ്റെ ഒരു എപ്പോഴും ഞാൻ സ്റ്റുഡൻസിന് പഠിപ്പിക്കുന്നതുകൊണ്ട് അവരെപ്പോഴും ഈ ഒരു ബിഗിനർ ആകുമ്പോൾ എപ്പോഴും പറയുന്നൊരു കംപ്ലൈൻ്റാണ്, ഞാൻ ക്യാപ്പ് ചെയ്തിട്ട് ഇതിങ്ങനെ വിടുത്ത് ഇങ്ങനെ എന്താ പറയുക റൗണ്ടിൽ ഇങ്ങനെ പോകുന്നുള്ളൂ, എനിക്ക് ക്യാപ്പിൻ്റെ ഒരു ഷേപ്പ് കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വിടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ച് കഴിഞ്ഞു, ഇനി ചെയ്യുന്നത് മുഴുവനും ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ആണ്. അങ്ങനെ ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത്ത് കിട്ടുള്ളൂ. അപ്പോൾ ആ ഇൻക്രീസിങ് ആവാതെ നോക്കണം. അതാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അത് ഓരോ ചെയിനിലും ഓരോ DC ആണ് ഞാൻ ഈ റൗണ്ട് മുഴുവനും ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് വിടുത്ത് എത്ര റൗണ്ടാണോ വേണ്ടത് അത്രയും റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളൊന്നും ചെയ്യാനില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഒരു റൗണ്ട് കഴിയുമ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും 3 ചെയിൻ ചെയ്യുക, അടുത്ത റൗണ്ടിൽ ഓരോ ചെയിനിൽ ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ലെങ്ത്ത് കിട്ടുന്നവരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഓരോ റൗണ്ടിലും ഓരോ DC എന്നുള്ള പാറ്റേൺ നമ്മൾ 1 2 ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തത്. അപ്പോൾ അവിടെ തൊട്ട് കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 9 10 10 റൗണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. 10 റൗണ്ട് ചെയ്യുന്നപ്പോഴാണ് എനിക്ക് എൻ്റെ മെഷർമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര റൗണ്ട് ചെയ്യുമ്പോഴാണോ മെഷർമെൻറ്റ് കിട്ടിയെന്ന് നോക്കാം.
അപ്പോൾ അത്രയും റൗണ്ട് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ 8 റൗണ്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ന്യൂ ബോൺസിനൊക്കെ കിട്ടും. ഇത് 3 to 6 months ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഒരു 10 റൗണ്ട് ചെയ്തത്. പിന്നെ അതുപോലെ നിങ്ങൾ എടുക്കുന്ന യാണിൻ്റെയും പിന്നെ ഹുക്കിൻ്റെ സൈസൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു മെഷർമെൻറ്റിന് ഡിഫറൻസ് വരും. അപ്പോൾ എപ്പോഴും റൗണ്ട് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ മെഷർമെൻറ്റ് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ചെയിനിലും ഓരോ DCN ആണ് ഞാൻ ചെയ്തത്, ഇൻക്രീസിങ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ എല്ലാ ചെയിനിലും ഓരോ DC വെച്ച് ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ക്യാപ്പിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഈ ക്യാപ്പിൻ്റെ ഷേപ്പ് കിട്ടാത്തത് നമുക്ക് എപ്പോഴും ഈ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ളത് ഇൻക്രീസിങ് ആയി പോകുന്നത് കൊണ്ടാണ് ഈ ഒരു ക്യാപ്പിൻ്റെ ഷേപ്പ് കിട്ടാതായി പോകുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഓരോ ചെയിനിലും ഓരോ DC അല്ലേ നോക്കിയിട്ട് ഓരോ റൗണ്ട് ചെയ്യുമ്പോഴും ആ റൗണ്ട് കഴിഞ്ഞതോ നോക്കുക കറക്റ്റ് ആണോ എന്ന്, എന്നിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവുക. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് 10 റൗണ്ട് ചെയ്തിട്ടുണ്ട്. 10 റൗണ്ട് ചെയ്തത് ഞാൻ 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ യാണ് കളർ ചേഞ്ച് ചെയ്തു, പിന്നെയും 3 റൗണ്ട് ചെയ്തു. പിന്നെ ഞാൻ കളർ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ഒരു റൗണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം, സിമ്പിൾ പാറ്റേൺ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. അതല്ല നമ്മൾ ഒരു ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് വെച്ചിട്ട് ഒരു സിഗ്സാക്ട് പോലെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ആക്കാനാണ് ഞാനിപ്പം ഈ ഒരു 10 റൗണ്ട് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു കളർ ഇനി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഈ ബാക്ക് സൈഡിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യാതെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു യാണ് ഇനി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ യാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. അതുകൊണ്ട് ഈ യാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്ക് സൈഡിലേക്കൊന്ന് കെട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഊരി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു യാണിൻ്റെ ബാക്ക് ലൂപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് കെട്ടിയിട്ട് ടൈറ്റാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ആ യാണ് ഊരി പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതൊന്നിങ്ങനെ ഒരു ചെയിൻ 1 ചെയ്തിട്ട് ഇങ്ങനെ ടൈറ്റാക്കി കൊടുത്താൽ മതി. അതിന് ശേഷം ബാലൻസ് വരുന്ന ഈ ഒരു യാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ പിന്നെ അത് ഊരി പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, അത് കുഴപ്പമില്ല, അങ്ങനെ കിടന്നോട്ടെ. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റ് എന്നുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ഇനി ചെയ്യുന്നത്. ഈ ആണ് നമ്മളിവിടെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയിൻ 3 ചെയ്യാം, യാണോവർ ചെയ്യാം. ഈ സ്റ്റിച്ചിൻ്റെ നമുക്ക് മുകളിലൂടെ ഇതാ ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തതിൻ്റെ ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. ഫ്രണ്ട് പോസ്റ്റിൻ്റെ ബാക്ക് പോസ്റ്റിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട് പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് DC ചെയ്യുന്നതിനെയാണ് ഫ്രണ്ട് പോസ്റ്റ് DC എന്ന് പറയുക. ബാക്ക് പോസ്റ്റ് DC എന്ന് പറയുമ്പോൾ യാണോവർ ചെയ്തിട്ട് നമ്മൾ ഈ അടി കൂടിയ ഈ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യയും ഒരു ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അതിങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഫ്രണ്ട് പോസ്റ്റ് ചെയ്യുക, ഒരു ബാക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ജിഗ്സാഗ് പോലെ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഒരു ഒന്നും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ നോർമലായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോർമലായിട്ട് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള പാറ്റേൺ ഇത് മുഴുവനും നമുക്ക് ഈ റൗണ്ട് മുഴുവൻ ചെയ്ത് കൊടുക്കാം. ഒരു ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക, ഒരു ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണിത്. ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്യാപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ചസ് അധികമായി പോകുന്നതാണ്. ഇവിടുത്തൊക്കെ അവർക്ക് കറക്റ്റായിട്ട് കിട്ടും, പിന്നെ നമുക്ക് ആ ക്യാപ്പിൻ്റെ ഷേപ്പ് കിട്ടുന്നില്ല എന്നാണ് എല്ലാവരുടെയും ഒരുവിധ ബിഗിനേഴ്സിൻ്റെ ഒക്കെ. അപ്പോൾ അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് വീഡിയോസ് നോക്കിയിട്ട് ഒരു ബുക്ക് എടുത്ത് വെക്കുക. ഈ ക്രോഷ്യ ചെയ്യുന്നവർക്ക് ഒരു ബുക്ക് നിർബന്ധമാണ്. അപ്പോൾ ആ പാറ്റേൺ ബുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കേണ്ട ആ ഒരു ആവശ്യമില്ല. ഓരോ പാറ്റേൺസ് കാണുമ്പോഴും ആ ഒരു ക്യാപ്പാണെങ്കിൽ ക്യാപ്പിൽ നിന്ന് ഹെഡിങ് എഴുതുക, എന്നിട്ട് ആ വീഡിയോ നോക്കിയിട്ട്
പലരും ഇപ്പോൾ പാറ്റേൺസ് ബുക്ക് വാങ്ങിക്കാനുള്ള തിരക്കിലാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താ വെച്ചാൽ ഓരോ ക്യാപ്പിനും ഓരോ ഡ്രസ്സിനും ഓരോന്നിനും ഓരോ ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു ബുക്ക് വാങ്ങിച്ച് വെച്ചാൽ അതിൽ 1-2 പാറ്റേൺസേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പം യൂട്യൂബൊക്കെ നോക്കി ചെയ്യുമ്പം ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആവും ഉണ്ടാവുക. അപ്പോൾ ആ ബുക്ക് വെറുതെ ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് തന്നെ ഒരു ബുക്ക് വാങ്ങിയിട്ട് ഒരു പാറ്റേൺ കാണുകയാണെങ്കിൽ ആ പാറ്റേൺ എഴുതി വെക്കുക. ഇപ്പോൾ ക്യാപ്പാണെങ്കിൽ ക്യാപ്പിന്ന് ഹെഡിങ് എഴുതുക, എന്നിട്ട് ഏതൊക്കെ സ്റ്റിച്ചസാണ് യൂസ് ചെയ്യുന്നത് എഴുതുക. അപ്പോൾ ആദ്യം ഇങ്ങനെ ഹെഡിങ് എഴുതുക. ഞാൻ ഈ ഒരു ഇതിൽ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ 12 ഡബിൾ ക്രോഷ്യ, റൗണ്ട് 1 12 ഡബിൾ ക്രോഷ്യ, റൗണ്ട് 2 അതിൻ്റെ ഇൻക്രീസിങ് 2 2 2, റൗണ്ട് 3 അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ റൗണ്ട് എഴുതി വെച്ചാൽ പിന്നെ നമുക്ക് ആ ക്യാപ്പിൻ്റെ ഇത് ചെയ്യണമെങ്കിൽ വീഡിയോസ് കാണേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആ ഒരു ബുക്ക് മറിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഇതാവും. എനിക്കിപ്പോഴും ഞാനിപ്പോൾ പുതിയ ഓരോന്ന് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ പാറ്റേൺസ് കാണുമ്പോഴും എനിക്ക് അതായിട്ട് ഒരു ബുക്ക് തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ ഒരു ബുക്ക് വാങ്ങി വെച്ചാൽ അത് എനിക്ക് തോന്നുന്നില്ല യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കാര്യങ്ങളെ അതിലുണ്ടാവുള്ളൂ. നമുക്ക് പുതിയ ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എഴുതി വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ കൈകൊണ്ട് എഴുതുമ്പോൾ നമുക്കൊന്നും കൂടി മനസ്സിലാവുകയും ചെയ്യും. പിന്നെ എഴുതി വെച്ചതിന് ശേഷം ബിഗിനേഴ്സ് എഴുതി വെക്കുക. അതിന് ശേഷം ക്ലാസ് ഓപ്പൺ ആക്കിയിട്ട് ഓരോ റൗണ്ടും ഫസ്റ്റ് റൗണ്ടിൽ ഞാനിങ്ങനെ ചെയ്തു, ഓക്കെ, ഇനി സെക്കൻഡ് റൗണ്ട് നോക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പിന്നെ അയക്കേണ്ടിയോ ഒന്നും ഒരു ആവശ്യം വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു പാറ്റേൺ ഉണ്ടാവുക. ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് വരുമ്പോൾ കണ്ടോ ഈ ഒരു പാറ്റേൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ബുക്ക് എല്ലാവരും എഴുതി വെക്കുക, എഴുതി വെച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓരോ റൗണ്ട് ചെയ്യുമ്പോഴും ഞാൻ ചെയ്തത് കറക്റ്റാണോ എന്ന് നോക്കണം, എന്നിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവുക. ക്യാപ്പൊന്നും കുഴപ്പമില്ല, ക്യാപ്പൊക്കെ നമുക്ക് കുറച്ച് സ്റ്റിച്ചസ് എല്ലാം ഉള്ളൂ. വലിയ എമിഗ്രൂമി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓരോ റൗണ്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം. എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് പാറ്റേണും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു സ്റ്റിച്ചസ് കൂടി പോയാൽ അതിൻ്റെ പാറ്റേണേ മാറിപ്പോവും. അപ്പോൾ അതൊക്കെയാണ് ഈ ക്രോഷ്യയിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ചെറിയ കാര്യങ്ങളാണ്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്താൽ നമുക്ക് കറക്റ്റ് പെർഫെക്ഷൻ കിട്ടും. അപ്പം എല്ലാവർക്കും പെർഫെക്ഷൻ കിട്ടുന്നുണ്ട്, ഞാനിത് ചെയ്തിട്ട് പെർഫെക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളവർ ഒന്ന് ഇങ്ങനെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. നമ്മൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ടൈമില്ലാത്തവരാണെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പെങ്കിലും ഇട്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പുതുതായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാം. ഞാൻ കൂടുതലും വീഡിയോസ് ചെയ്യാറ് എനിക്ക് ഓർഡേഴ്സ് കിട്ടുമ്പോഴാണ്. അപ്പോൾ ഓരോ വീഡിയോസും ഓരോ ഫ്രോക്കുകളൊക്കെ ചെയ്യുമെന്ന് വെച്ചിട്ട് കമൻറ്റ് വരാറുണ്ട്. അപ്പോൾ ചില ടൈമിൽ ആ വീഡിയോസ് ഫ്രോക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആ വീഡിയോ എടുക്കാനുള്ളത് അറിയാമല്ലോ. വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ലൈറ്റും കാര്യങ്ങളും ആ സൗണ്ടും ഒക്കെ ക്ലിയറായിട്ട് ഒരു ടൈം ഇരിക്കണമല്ലോ. അപ്പം ചില ഫ്രോക്കിനൊക്കെ ഡ്രസ്സിനൊക്കെ ഓർഡർ കിട്ടാൽ ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല. അവർക്ക് ഒരാഴ്ചനെ കൊണ്ട് അല്ലെങ്കിൽ 10 ദിവസത്തിനെ കൊണ്ടൊക്കെ അയച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഉള്ള ടൈമിൽ നൈറ്റിലൊക്കെ ഇരുന്നിട്ടാവും വർക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ മാക്സിമം ഇങ്ങനെ ടൈം കിട്ടുമ്പോൾ നമ്മൾ വീഡിയോസ് എടുത്ത് അയക്കുക. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റ് എന്നുള്ള ഈ ഒരു റൗണ്ട് മുഴുവൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ് കിട്ടിയിട്ടുള്ളത്. വീണ്ടും ഞാനൊരു റൗണ്ടും കൂടി ചെയ്യാണ്. ചെയിൻ 2 ചെയിൻ 3 ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത ഫ്രണ്ട് പോസ്റ്റിൽ ഒരു ഫ്രണ്ട് പോസ്റ്റ് ചെയ്യുക, താഴെ ബാക്ക് പോസ്റ്റാണ് ചെയ്തത്, അതിലൊരു ബാക്ക് പോസ്റ്റ് ചെയ്യുക. ഫ്രണ്ട് പോസ്റ്റിൽ ഫ്രണ്ട് പോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഈ ഒരു റൗണ്ടും ശ്രദ്ധിക്കണം. ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് തന്നെ ചെയ്യുക. ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്ത സ്ഥലത്ത് ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ ഞാൻ ഫ്രണ്ട് പോസ്റ്റാണ് കഴിഞ്ഞ റൗണ്ടിൽ ചെയ്തിട്ടുള്ളത്, അവിടെ ഞാൻ ഫ്രണ്ട് പോസ്റ്റ് ചെയ്യുന്നു. ബാക്ക് പോസ്റ്റ് ചെയ്ത ഭാഗത്ത് ബാക്ക് പോസ്റ്റ് ചെയ്യുക. ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക.
ഇതിങ്ങനെ ഒരു റൗണ്ട് കൂടി ഫുൾ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം ഞാൻ 3 റൗണ്ട് ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് 3 ചെയിൻ ചെയ്ത ആ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1 ചെയ്യാം, യാണ് കട്ട് ചെയ്യാം. യാണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. അതുപോലെ ലെങ്ത്ത് വരുന്നത് ഇങ്ങനെയാണ് ലെങ്ത്ത് എടുക്കുക. ലെങ്ത്തും വരുന്നത് 6 ഇഞ്ചാണ്. അതാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോ ബേബീസിനും ഡിഫറെൻറ്റ് സൈസാവും ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു യാണൊന്ന് ബാക്ക് സൈഡിലേക്ക് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ടുള്ള യാണ് ചെയിൻ 1 ചെയ്യുക. കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ക്യാപ്പാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്കൊരു പോംപോമൊക്കെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പോംപോമിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്. അപ്പോൾ നമുക്ക് പോംപോം ചെയ്യാനായിട്ട് ഞാനൊരു 4 പ്ലേയുടെ യാണും സിസേഴ്സും അതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പോംപോം ഉണ്ടാക്കുന്ന ഇതുണ്ടെങ്കിൽ അത് മതി. ഇതൊരു 3.5 ഇഞ്ച് 4ൻ്റെ അടുത്തുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ സൈസിലുള്ള പോംപോമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. പോംപോമിൻ്റെ ചെയ്യുന്ന മെഷർമെൻറ്റ് ഇതുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെത് വളരെ എളുപ്പത്തിൽ നമുക്ക് പോംപോം ചെയ്തെടുക്കാൻ ഒരു കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിങ്ങനെ എണ്ണൊന്നും വേണ്ട. നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ കുറച്ച് ടൈം ചുറ്റി കൊടുക്കാം. അങ്ങനെ നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കാം. എത്രത്തോളം നൂല് നമ്മൾ യൂസ് ചെയ്യുന്നോ അത്രത്തോളം ഭംഗി കിട്ടും പോംപോമിന്. എപ്പോഴും പോംപോം എടുക്കുമ്പോൾ കുറച്ച് അധികമാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് പോംപോം ഉണ്ടാക്കാൻ കഴിയും. ഇത് കോട്ടൺ യാൺ ആണെങ്കിലും അല്ലെങ്കിൽ ആക്രിലിക് ആണെങ്കിലും ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു റോളിൻ്റെ ഹാഫ് വരെ എത്തുന്ന വരെ ഞാനിതിങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരിതാണ്. വളരെ നല്ല ക്യൂട്ടാണ്. നമ്മൾ ക്യാപ്പിലും ഇതൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. ജസ്റ്റ് ഒന്നിങ്ങനെ എണ്ണൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. കുറച്ചധികം ചുറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചധികം ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിങ്ങനെ കാർഡ്ബോർഡിൻ്റെ 2 തറ്റത്തുനിന്നും ഇതിങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുക. കാർഡ്ബോർഡ് ഒഴിവാക്കി കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഈ എത്ര ഇതിൽ ഞാൻ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യാൺ ഇവിടെ കട്ട് ചെയ്യാം. അതിന് ശേഷം ഞാൻ ഈ യാണ് തന്നെ കുറച്ച് 2 മടക്കിൽ ഈ ആണിങ്ങനെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വലുപ്പത്തിൽ അതും കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ അടിയിൽ വെച്ചിട്ട് നമുക്ക് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഇതിങ്ങനെ കെട്ടി കൊടുക്കാം. നല്ല ടൈറ്റിൽ വലിച്ച് കെട്ടി കൊടുക്കുക. സെൻറ്ററിലാണോ നോക്കണം കേട്ടോ.
സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ടൈറ്റിൽ വലിച്ച് കെട്ടി കൊടുക്കാം. എന്നിട്ട് ഒരു ബാക്ക് സൈഡിലേക്ക് വെച്ചിട്ട് വീണ്ടും കെട്ടി കൊടുക്കാം. നല്ല ടൈറ്റാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് നൂലിങ്ങനെ ഊരി പോകാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. പിന്നെയും നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കാം. 2-3 പ്രാവശ്യം ഇങ്ങനെ കെട്ടി കൊടുക്കാം. നല്ല ടൈറ്റാക്കി വലിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ വരുന്ന യാൺസൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അത് ഫുള്ളും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, ഇവിടെ ഇപ്പോൾ രണ്ടെണ്ണായി നിൽക്കുന്ന യാൺസൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫുള്ളും ഇങ്ങനെ കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിതിങ്ങനെ ഫുൾ ചുറ്റിലും വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് യാണ് കുറച്ച് വലുപ്പത്തിലുള്ളതുകൊണ്ട് നമുക്ക് പിടിക്കാനൊക്കെ സുഖം ഉണ്ടാവും. കണ്ടോ, ചുറ്റും നമ്മൾ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ വെട്ടാതെ ഉണ്ടാവും, അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും യൂസ് ചെയ്യാം, അപ്പം ഇങ്ങനെയും യൂസ് ചെയ്യാം. ഒന്നും കൂടി ഭംഗി കിട്ടണമെങ്കിൽ നമുക്ക് ഇനിയും ഇതൊന്ന് വെട്ടി ചെറുതാക്കി കൊടുക്കാം. അങ്ങനെ ചുറ്റിലും ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിങ്ങനെ ഫുൾ ചുറ്റിലും ഇങ്ങനെ വെട്ടി ചെറുതാക്കി കൊടുക്കാം. കണ്ടോ, നമുക്കത് നല്ല അടിപൊളിയായിട്ടുള്ള പോംപോം റെഡി ആയിട്ടുണ്ട്. നല്ല വലുപ്പത്തിലുള്ള പോംപോം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇത് ഒരുപാട് കളേഴ്സിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. കുറച്ച് തവണ ചുറ്റിയതിന് ശേഷം വേറെ കളർ യാണൊക്കെ ചുറ്റുമ്പോൾ 2-3 കളേഴ്സിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇതുപോലെ ഫ്ലഫി ആയിട്ടുള്ള ഒരു പോംപോം ചെയ്തെടുത്താലോ? വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ഒരു പോംപോമാണിത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു പോംപോമാണ്. നമ്മൾ കയ്യിൽ അതിൻ്റെ ഉള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും നമുക്കൊരു ചെറിയ കാർഡ്ബോർഡിൻ്റെ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഫ്ലഫി ആയിട്ടുള്ള ഒരു പോംപോം ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പോംപോമിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പോംപോം ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ഈ സെൻറ്ററിൽ ഉണ്ടോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ആണുണ്ടല്ലോ, ഈ ആണ് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ആണ് രണ്ടാക്കി ഭാഗിക്കുക. എന്നിട്ട് ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ, ഏതെങ്കിലും ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു യാണ് ഇങ്ങനെ എടുക്കുക. അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തും ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇതും ഇങ്ങനെ എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത് നല്ലോണം ഒന്ന് കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റിൽ കെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ ഇളകി കളിക്കും. നല്ല ടൈറ്റിൽ നമുക്കിങ്ങനെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇവിടെ അറ്റാച്ച് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പോംപോമും നമുക്ക് ഈ ഒരു ക്യാപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന യാൺസ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ടൈറ്റായിനോ നോക്കണം. ടൈറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന യാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കാം.
അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ക്യാപ്പ് ഇവിടെ പോംപോമൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്യാപ്പ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് കളേഴ്സിൽ നമുക്ക് ഈ ഒരു ക്യാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.